പ്രിയപ്പെട്ടവരെ, റേക്കിയുടെ പ്രധാന തത്വങ്ങൾ ഇവയാണ്. ഇന്നൊരു ദിവസം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഇന്നൊരു ദിവസം ഞാൻ ആകുലത അകറ്റും. ഇന്നൊരു ദിവസം ഞാൻ കോപിക്കുകയില്ല. ഇന്നൊരു ദിവസം ഞാൻ എന്റെ ജോലി ആത്മാർത്ഥതയോടെ നിറവേറ്റും. ഇന്നൊരു ദിവസം ഞാൻ എല്ലാ ജീവികളോടും സ്നേഹവും ആദരവും പ്രകടമാക്കും. എല്ലാ ദിവസവും ഉണരുമ്പോൾ തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രതിജ്ഞ എടുത്താൽ അന്നേ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചശക്തിയുടെ വറ്റാത്ത ഉറവ ഒഴുകിക്കൊണ്ടേയിരിക്കും. പോസിറ്റീവ് ഊർജം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും എത്താൻ സഹായിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ അല്പം കൂടുതൽ സമയം കണ്ടെത്തി ഞാൻ ഇന്ന് നൽകുന്ന ഈ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കഠിന പരിശ്രമവും ബുദ്ധിപൂർവമുള്ള പരിശ്രമവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 2 വിറക് വെട്ടുകാരിൽ കഠിന പരിശ്രമം ചെയ്യുന്നവൻ പകലന്തിയോളം വിറക് വെട്ടും. കോടാലിക്ക് മൂർച്ച കൂട്ടാൻ മറന്നുപോകും. എന്നാൽ ബുദ്ധിപൂർവം പരിശ്രമിക്കുന്ന മറ്റേയാൾ ഇടയ്ക്കിടയ്ക്ക് കോടാലിയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കും, വിശ്രമിക്കുകയും ചെയ്യും. എന്നാലും പകൽ അന്തിയോളം പണിയെടുത്ത ആൾ വെട്ടിയതിനേക്കാൾ കൂടുതൽ വിറക് ഇയാൾ വെട്ടിയിട്ടുണ്ടാകും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. എപ്പോഴും കഠിന പരിശ്രമം മാത്രം ചെയ്തുകൊണ്ട് ഇരിക്കാതെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വിശ്രമം കൊടുക്കണം. പ്രഭാതത്തിൽ ഉണർന്ന് ഇളം വെയിൽ കൊണ്ട് മുറ്റത്തെ ചെടികളോട് കിന്നാരം പറയാനും മഞ്ഞുതുള്ളികൾ കണ്ട് ആസ്വദിക്കാനും പൂക്കളെ കണ്ട് ആസ്വദിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ഇത് സാധിക്കും. ഒപ്പം ഉണരുമ്പോൾ തന്നെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചശക്തിയോട് നന്ദി പറയുകയും ഓരോ ദിവസത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ മെഡിറ്റേഷൻ കേട്ടുകൊണ്ട് നിങ്ങൾ അന്നേ ദിവസം തുടങ്ങിയാൽ വളരെ നല്ല അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. മെഡിറ്റേഷൻ തുടങ്ങാം. ഉറക്കമുണർന്ന് കിഴക്കോട്ട് ദർശനമായി കട്ടിലിൽ തന്നെയോ കസേരയിലോ ഇരിക്കുക. കൈകൾ കൂട്ടി തിരുമ്മി കണ്ണുകൾക്ക് മുകളിൽ അല്പസമയം വയ്ക്കുക. കൈകളിലെ ചൂണ്ടുവിരൽ മടക്കി തള്ളവിരലിന്റെ മൂലത്തിൽ വെച്ച് മറ്റു 3 വിരലുകൾ നിവർത്തി പിടിക്കുക. കൈപ്പത്തി കാൽമുട്ടിന്മേൽ മലർത്തി വയ്ക്കുക. തല, കഴുത്ത്, നട്ടെല്ല് ഇവ നിവർന്ന് ഇരിക്കണം. ഇപ്പോൾ നിങ്ങൾ ശാരീരികമായ തുലനാവസ്ഥ അനുഭവിക്കുന്നു. ഇനി ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം പ്രപഞ്ചത്തിൽ നിന്നുള്ള യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി വെളുത്ത നിറത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്നേവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നു. നന്ദിയുടെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ നിറയുന്നു. നമ്മുടെ മനസ്സിൽ നമ്മൾ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു രൂപം കാണുന്നു. ശക്തിയുടെ ഉറവിടമായ ആ ദിവ്യ സാന്നിധ്യത്തോട് നമ്മൾ നമുക്കുള്ള സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നു. നമുക്ക് സ്വന്തമായി ഉള്ളവയെപ്പറ്റി നമുക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, ഈ ഭൂമിയും അതിലുള്ളതെല്ലാം എനിക്ക് അങ്ങ് തന്ന ദാനമാണ്. എന്റെ ജീവിതം അങ്ങയുടെ ദാനമാണ്. എന്നെ ഒരു മനുഷ്യനായി ജനിക്കാൻ അനുവദിച്ചതിന് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. നല്ല മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും തന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. എന്റെ അനുദിന ജീവിതത്തിൽ ആവശ്യമായതെല്ലാം എനിക്ക് നീ നൽകുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഭൂമിയിലെ സമസ്ത ജീവജാലങ്ങൾക്കും സുഖവും സന്തോഷവും ഇന്നേ ദിവസം നൽകണമേ. ഇന്നത്തെ ഈ ദിവസം എനിക്ക് എല്ലാ നന്മകളും വന്നു ചേരാൻ അനുഗ്രഹം നൽകണമേ. വീണ്ടും ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം റേക്കി എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷത്തിന്റെ അവസ്ഥയിൽ കടന്നുവരുന്നു. ആ സന്തോഷം നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിറയുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു: എന്നെ നശിപ്പിക്കുന്ന മനോഭാവമാണ് എന്റെ ആകുല ചിന്ത. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർത്തിട്ട് ഒരു പ്രയോജനവും എനിക്ക് ഉണ്ടാവില്ല. അത് പെയ്തു മാറിയ മഴയാണ്.
ആ സമയത്ത് കാറ്റും കോളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്കിലും ആ അവസ്ഥ മാറി ഇപ്പോൾ എൻ്റെ ജീവിതം ശാന്തമാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. വരാനിരിക്കുന്നവയെ പറ്റി ഓർത്ത് ഞാൻ എൻ്റെ സമയം പാഴാക്കുകയില്ല. ഈ ദിവസം ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. ഇന്നേ ദിവസം നന്നായി കൈകാര്യം ചെയ്യാനും മറ്റുള്ളവർക്ക് എന്നാൽ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാനും ഇന്ന് എനിക്ക് സാധിക്കും. ഞാൻ അത് ചെയ്തിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലതു മാത്രം പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ അന്നേ ദിവസം എനിക്ക് ഉണ്ടായാലും പ്രപഞ്ചശക്തിയുടെ പരിപാലനയിൽ എനിക്ക് അത് തരണം ചെയ്യാൻ സാധിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന റേഗി എനർജി ശാന്തതയും സമാധാനവും കൊണ്ടുവരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ യാതൊരു ആകുല ചിന്തകളും ഇല്ല. മനസ്സ് പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നു: ഇന്നൊരു ദിവസം ഞാൻ കോപിക്കുകയില്ല. എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറും. ഒരു പുഞ്ചിരി എൻ്റെ മുഖത്ത് ഞാൻ എപ്പോഴും നിലനിർത്തും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നുവരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാൻ സമാധാനത്തോടെ നേരിടും. കാരണം അമിതമായ കോപം എൻ്റെ ശരീരത്തിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോപം മൂലം എന്നിലുള്ള ഊർജം നഷ്ടപ്പെടുത്താൻ ഞാൻ ഇടയാക്കില്ല. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് റേഗി എനർജി കടന്നുവരുന്നു. നിങ്ങളുടെ മനസ്സ് നിറയെ സന്തോഷവും സമാധാനവും കടന്നുവരുന്നു. നിങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇന്ന് എൻ്റെ ജോലികൾ സത്യസന്ധമായി ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ചിത്രം കടന്നുവരുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു: ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിന് അവനവനോടും മറ്റുള്ളവരോടും ഉള്ള സത്യസന്ധത ആവശ്യമാണെന്ന്. എൻ്റെ ജോലി സത്യസന്ധമായും കൃത്യമായും ഞാൻ ചെയ്തു തീർക്കും. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം താമസിപ്പിക്കില്ല. എൻ്റെ ജോലികൾ ഞാൻ കൃത്യമായി ചെയ്താൽ മാത്രമേ എൻ്റെ നാടും എൻ്റെ രാജ്യവും വളരുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസത്തോടൊപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് റേഗി എനർജി കടന്നുവരുന്നു. നിങ്ങളുടെ മനസ്സ് നിറയെ ഇപ്പോൾ നന്ദി, സ്നേഹം, സമാധാനം, ശാന്തത, സത്യസന്ധത എന്നീ വികാരങ്ങളാണ്. നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു കവിയുന്ന ഈ സ്നേഹം പ്രപഞ്ചത്തിലെ എല്ലാ സഹജീവികളിലേക്കും ഒഴുകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങളുടെ ആത്മാവിന് ഒരു പുതുജീവൻ നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പ്രപഞ്ച അത്ഭുതങ്ങളായ സൂര്യനും ചന്ദ്രനും താരാപഥവും ആകാശവും ഭൂമിയും സർവ്വ ജീവജാലങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. ഈ പ്രപഞ്ചവുമായി തുലനം ചെയ്യുമ്പോൾ എത്ര നിസ്സാരമാണ് മനുഷ്യജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളുടെ സഹായമില്ലാതെ മനുഷ്യൻ നിലനിൽപ്പില്ല എന്ന കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കടന്നുവരുന്നു. ഇന്ന് ഈ ദിവസം നിങ്ങൾക്ക് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് നല്ല ദിവസം ആകുന്ന പോലെ തന്നെ വേറൊരാൾക്കും നല്ല ദിവസം ആകുവാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അത് മനുഷ്യനോ ജീവജാലങ്ങളോ എന്തിനും ആകാം. മനുഷ്യരെ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും ആദരവും കാണിക്കാനും നിങ്ങൾക്ക് കടമയുണ്ട്. കാരണം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. സസ്യങ്ങളെയും ഇഴജന്തുക്കളെയും നശിപ്പിക്കില്ലെന്നും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യില്ല എന്നും നിങ്ങൾ മനസ്സിൽ ഉറച്ച തീരുമാനം എടുക്കുന്നു.
നിങ്ങൾ ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് 3 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണുകൾക്ക് മുകളിൽ വെച്ച് ചൂടാക്കുക. കണ്ണുകൾ മെല്ലെ തുറക്കുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.